ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതൊരു മിൽക്ക് ഷേക്കാണ്, ബദാം മിൽക്ക് ഷേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പോളം ബദാം എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ബദാമൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. ഇതേപോലെ വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അരമണിക്കൂറോളം ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാലും മതി. ഇതെല്ലാം ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി വെക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബദാമും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ പാൽ നമുക്കിതൊന്ന് തിളപ്പിക്കാം. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പാൽ വെച്ചിരിക്കുന്നതൊന്നും തിളയ്ക്കാറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരച്ച് വെച്ചിരിക്കുന്ന ബദാമാണ്. ബദാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഏലയ്ക്ക പൊടിച്ചതൂടെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചെറുതായിട്ടൊന്ന് തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡാണ്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം കസ്റ്റേർഡ് നമ്മൾ കുറച്ച് പാലൊഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കസ്റ്റേർഡ് ഒരുപാട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് കുറുകിപ്പോവും. അങ്ങനെ ആവുകയാണെങ്കിൽ വീണ്ടും കുറച്ച് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ബദാം മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് തണുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചെറിയ ചൂടോടും ഉപയോഗിക്കാം. അപ്പം തണുത്തതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.